മോദിക്ക് പഠിക്കുകയാണോ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ എന്നുള്ള ചോദ്യം ഉയരുകയാണ്. കാരണം മാധ്യമങ്ങളുടെ അനാവശ്യമായിട്ടുള്ള വിവാദങ്ങളും അടിസ്ഥാനരഹിതമായിട്ടുള്ള കാര്യങ്ങളുമൊക്കെ പ്രചരിപ്പിക്കുന്നത് കൊണ്ട് അവർ കൊടുക്കുന്ന വാർത്തകളെല്ലാം മെറ്റ ഉപയോഗിച്ചുകൊണ്ട് നീക്കം ചെയ്യുകയാണ്. അതായത് വിമർശനങ്ങൾ ഒന്നും തന്നെ സഹിക്കാനുള്ള ശേഷി വി.ഡി. സതീശൻ എന്ന് പറയുന്ന നേതാവിന് മുഖ്യമന്ത്രിക്ക് ഇല്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന കാര്യം. എന്തിനാണ് മോദിക്ക് പഠിക്കുന്നത്? നമുക്കറിയാം, മോദി പലപ്പോഴും മാധ്യമങ്ങളുടെ വായടപ്പിക്കുന്നു എന്നുള്ള ആരോപണങ്ങൾ നേരിട്ട ഒരു നേതാവാണ്, പ്രധാനമന്ത്രിയുമാണ്. അതിനെതിരെ സംസാരിച്ചു കൊണ്ടിരുന്ന ഒരു നേതാവാണ് മുഖ്യമന്ത്രിയായിട്ടുള്ള വി.ഡി. സതീശൻ. ഈ വി.ഡി. സതീശനാണ് ഇപ്പോൾ പറയുന്നത് ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ നീക്കം ചെയ്യണമെന്നുള്ളത്. വിമർശനപരമായിട്ടുള്ള വാർത്തകളുണ്ട്, സോഷ്യൽ മീഡിയയിലെ പോസ്റ്റുകളുണ്ട്. ഇതെല്ലാം നീക്കം ചെയ്യാനായിട്ട് നടപടിക്രമങ്ങളെല്ലാം സ്വീകരിച്ചതായിട്ടുള്ള ആരോപണങ്ങളാണ് ഉയർന്നിട്ടുള്ളത്. ഇത് മാധ്യമ സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള കടന്നുകയറ്റമല്ലേ? എന്തുകൊണ്ടാണ് കോൺഗ്രസിന് ഇതേക്കുറിച്ച് യാതൊരു കാര്യങ്ങളും സംസാരിക്കാനില്ലാത്തത്? നേരെ തിരിച്ചായിരുന്നുവെങ്കിൽ കോൺഗ്രസ് ഘോരം സംസാരിക്കുമായിരുന്നില്ലേ? അടിക്കടി പ്രസ്താവനകൾ ഇറക്കുമായിരുന്നില്ലേ? അപ്പോ കോൺഗ്രസിൽ വലിയ ജനാധിപത്യം ഉണ്ട് എന്ന് പറയുമ്പോഴും ഇത്തരത്തിലുള്ള നടപടികളെ വിമർശിക്കാനുള്ള ജനാധിപത്യമൊന്നും കോൺഗ്രസിന് ഇല്ല എന്നുള്ളതല്ലേ ഇതിൽ നിന്ന് മനസ്സിലാകുന്ന ഒരു കാര്യം. പ്രധാന വിവരങ്ങളെല്ലാം തന്നെ, അതായത് മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ ഓഫീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവാദ വാർത്തകളും പോസ്റ്റുകളും എല്ലാം മെറ്റ നീക്കം ചെയ്തതായിട്ടുള്ള ന്യൂസുകളാണ് നമുക്ക് ഇപ്പോൾ വരുന്നത് മുഴുവൻ. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇതിനു ശേഷം ഉണ്ടായിട്ടുള്ള കാര്യം എന്തായിരുന്നു? ഇതിനുശേഷം മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരാള് അല്ലെ, അതായത് സോഷ്യൽ മീഡിയയൊക്കെ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്ന ഹുസൈൻ എന്ന് പറയുന്നയാള് അറസ്റ്റിലാകുന്നു, അതും MDMA-യുമായിട്ട്. ഈ വാർത്ത ഉൾപ്പെടെ നീക്കം ചെയ്യുകയാണ്. കോൺഗ്രസിന്റെ ഒരു നേതാവ്, അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിന്റെ നേതാവ്, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഒരു അണി ആയിക്കോട്ടെ, അവർ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് അറസ്റ്റിലായിട്ടുണ്ടെങ്കിൽ ധൈര്യപൂർവ്വം പറയുകയല്ലേ മുഖ്യമന്ത്രി വേണ്ടത്? ഇതാ ഞങ്ങളുടെ ഒരു അണി MDMA-യുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിട്ടുണ്ട്, ഞങ്ങൾ അയാളെ സംരക്ഷിക്കാനൊന്നും പോകുന്നില്ല, അയാളെ നിയമത്തിന് മുന്നിൽ ഹാജരാക്കുന്നു എന്നാണ് പറയേണ്ടി വരുന്നത്. ഈ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ എന്ന് പറയുമ്പോൾ അത് മയക്കുമരുന്ന് വ്യാപാരത്തിന്റെ ഏകോപനമാണോ എന്നുള്ള ചോദ്യം ഉയരുന്നത് ഇത്തരത്തിലുള്ള ഭരണകൂടത്തിന്റെ ചില നീക്കങ്ങൾ കാണുമ്പോഴാണ്. അതെല്ലാം ഉയർന്നു വരുന്ന ഒരു കാര്യം. മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഇത്തരം കാര്യങ്ങളിൽ അല്ലെങ്കിൽ ഉത്തരം പറയേണ്ടത് ആവശ്യമാണ് എന്നുള്ളത് പൊതുജനങ്ങൾക്ക് തോന്നിയാൽ നമുക്ക് തെറ്റു പറയാൻ കഴിയില്ല. ഈ വിമർശനങ്ങളെ മുഴുവനും എങ്ങനെയാണ് അടിച്ചൊതുക്കാൻ പോകുന്നത്? വിമർശനങ്ങൾ കേൾക്കാതെ എങ്ങനെയാണ് ഒരു ഭരണത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത്? ചെയ്തിട്ടുള്ള കാര്യങ്ങൾ തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ വിമർശിക്കും. അപ്പോ ആ വിമർശനത്തെ ഉൾക്കൊള്ളാനും അത് തിരുത്തി മുന്നോട്ട് പോകാനുമാണല്ലോ പ്രതിപക്ഷം ഇപ്പുറത്തുള്ളത്. നിങ്ങളും കഴിഞ്ഞ ടേം വരെ പ്രതിപക്ഷത്തിരുന്നവരല്ലേ? എന്തെല്ലാം വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോഴൊന്നും ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ലല്ലോ. അവിടെ CPM-ന്റെ അണികൾ അറസ്റ്റിലായിട്ടുണ്ടല്ലോ അല്ലെ, നേതാക്കളൊക്കെ അറസ്റ്റിലായിട്ടുള്ള ഒരുപാട് കഞ്ചാവ് പിടുത്തവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് കേസുകൾ വന്നിട്ടുണ്ട്. ഈ വാർത്തകൾ ഒന്നും വരാതിരുന്നിട്ടില്ല, ഈ വാർത്തകളെല്ലാം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ വാർത്ത പബ്ലിഷ് ചെയ്യാൻ അന്നത്തെ മുഖ്യമന്ത്രിക്ക് ധൈര്യം ഉണ്ടായിരുന്നെങ്കിൽ ഇന്നത്തെ മുഖ്യമന്ത്രിക്ക് അദ്ദേഹത്തിന്റെ കൂടെ ഇരുന്ന എന്താ പറയുക, അദ്ദേഹം ഏറ്റവും ഇതായിട്ട് ഇരിക്കുന്ന സമയത്ത്, വീട്ടിലിരിക്കുന്ന സമയത്ത് പോലും കടന്നു ചെല്ലാനും സംസാരിക്കാനും കഴിയുന്ന ഒരു നേതാവ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ പുറത്താക്കുകയല്ലേ വേണ്ടത്? ഈ കോർഡിനേറ്റർ വേണ്ട, ഇയാൾ പുറത്തു പോകട്ടെ, ഭരണം സുഗമമായിട്ട് മുന്നോട്ട് പോകട്ടെ എന്ന് പറയാനുള്ള ആർജവം ഇല്ലാത്തത് കൊണ്ടാണ്. മാത്രമല്ല, മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ വാർത്താ സമ്മേളനം എന്ന് പറയുന്നത് ബഹുരസമാണ്. കാരണം അദ്ദേഹത്തിന്റെ അടുത്ത് ചക്ക എന്ന് പറഞ്ഞാൽ മാങ്ങ എന്നാണ് ഉത്തരം കിട്ടുന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ ഉത്തരം എന്നുള്ളതൊക്കെ രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ പറയുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. വാർത്താ സമ്മേളനങ്ങളെല്ലാം ഹിതകരമല്ലാത്ത രീതിയിലുള്ള ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നതിന് പകരം അദ്ദേഹം ചെയ്യാറുള്ളത് എന്താണ്? മാധ്യമ പ്രവർത്തകന്റെ അല്ലെങ്കിൽ പ്രവർത്തകയുടെയൊക്കെ രാഷ്ട്രീയം ചർച്ച ചെയ്യുകയും പരിഹസിക്കുകയും, എന്നാൽ നിങ്ങൾ ഇവിടെ വന്ന് ചർച്ച എടുക്കുക അല്ലെങ്കിൽ ക്ലാസ് എടുക്കുക, ഇങ്ങനെയൊക്കെയാണ് ഒരു മറുപടി വരുന്നത്.
ആദ്യത്തെ ഒരു തവണയൊക്കെ ആണെങ്കിൽ നമുക്കത് മനസ്സിലാകാം, ഇത് ആദ്യത്തെ ടേം മുഖ്യമന്ത്രി ആവുകയാണ്, പോരായ്മകൾ ഉണ്ടാകുമെന്ന്. പക്ഷേ നിരന്തരം അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനങ്ങൾ ഉടനീളം അദ്ദേഹം ചെയ്യുന്ന പ്രവൃത്തി ഇതാണ്. എന്നിട്ട് അതിനെ വിമർശിക്കുമ്പോൾ ആ നടപടിയല്ല വേണ്ടത് മുഖ്യമന്ത്രി, ഞങ്ങൾക്ക് ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടണം എന്നുള്ള കാര്യം തുറന്നു പറയുമ്പോൾ ആ വാർത്തകൾ അടക്കം മെറ്റയെ ഉപയോഗിച്ചൊക്കെ നീക്കം ചെയ്യാനുള്ള ശ്രമം നടത്തുക എന്ന് പറയുമ്പോൾ എത്രത്തോളം ഭീരുത്വമാണ് ഉള്ളത് എന്നുകൂടി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അടിച്ചൊതുക്കിയത് കൊണ്ട് ഒരു കാര്യവും ഇല്ലാതെയാകുന്നില്ല. ആ പ്രശ്നം അവിടെ തന്നെ നിലനിൽക്കും. അടിച്ചൊതുക്കാനേ നിങ്ങൾക്ക് കഴിയുകയുള്ളൂ. മാധ്യമങ്ങളുടെ സ്വരം ഇത്രയും നാള് നിങ്ങൾക്ക് വളരെ സുന്ദരമായിട്ടുള്ള കുയിൽനാദമായിരുന്നല്ലോ. വിമർശനങ്ങൾ ഉയരാൻ തുടങ്ങിയപ്പോൾ മാധ്യമങ്ങളുടെ സ്വരം എന്നാണ് പെരുമ്പറ കൊട്ടുന്നത് പോലെ ആകുന്നത്? അപ്പോ ഇതേ സംഭവം തന്നെ കഴിഞ്ഞ 2 ടൈമിലിരുന്ന ഒരു മുഖ്യമന്ത്രിക്ക് നേരെ നിങ്ങൾ പടുത്തുയർത്തി കൊണ്ടുവന്നപ്പോ അന്ന് നിങ്ങൾക്ക് അരോചകമായിട്ടേ തോന്നിയിട്ടില്ല. അന്ന് നിങ്ങൾ ഇങ്ങനെ ചെയ്തിട്ടില്ല. അന്ന് മാധ്യമങ്ങൾ മുഴുവനും നിങ്ങൾക്ക് വളരെ നല്ല കൂട്ടുകെട്ടുകളായിരുന്നു. ഓരോ സാഹചര്യത്തിനനുസരിച്ചിട്ട് ചില കാര്യങ്ങൾക്കൊക്കെ മാറ്റം വരുമെന്നുള്ളത് ശരിയാണ്. പക്ഷെ ഒരു ഭരണകൂടം എടുക്കുന്ന നിലപാടുകളിൽ ഇത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള വ്യതിയാനങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ഒരു ഭരണത്തിന് ചേർന്നത് കൂടിയല്ല. ഒന്ന് ആലോചിച്ചു നോക്കുക. ഈ മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ സംവിധാനവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരാൾ, കോൺഗ്രസുമായി ബന്ധമുള്ള ചിലര്, അവരൊക്കെ MDMA കേസിൽ അറസ്റ്റിലായ വാർത്തകൾ അനേകം ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. അപ്പോൾ അധികാര കേന്ദ്രങ്ങളുമായിട്ടുള്ള അവരുടെ ബന്ധം എന്താണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ അസഹിഷ്ണുത ഉണ്ടാകുന്നു. ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ ചോദിക്കുന്നവന്റെ രാഷ്ട്രീയത്തെ പുച്ഛിക്കുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്യുന്നു. കൂടാതെ വാർത്ത നിയന്ത്രിക്കാൻ പറയുന്നു. സത്യത്തിൽ എന്തിനാണ് ഇത്തരത്തിലുള്ള ഒരു അസഹിഷ്ണുത ഉണ്ടാകുന്നത്? വാർത്തകൾ തടയാം, മാധ്യമങ്ങളെ സമ്മർദ്ദത്തിലാക്കാൻ കഴിയും, ചോദ്യങ്ങളെ വേണമെങ്കിൽ പരിഹസിക്കാം. പക്ഷേ ജനങ്ങളുടെ മനസ്സിൽ ഉയർന്നിട്ടുള്ള ചോദ്യത്തെ ഇല്ലാതെയാക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? മാധ്യമപ്രവർത്തകർ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നു, ചോദിക്കുന്നു, അവരെ പരിഹസിക്കാം, പുച്ഛിക്കാം, വേണമെങ്കിൽ പുറത്തുമാക്കാം. ഒരിക്കൽ കടക്കുപുറത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരനുഭവമുണ്ട് കേരളത്തിലെ മാധ്യമ പ്രവർത്തകർക്ക്. പക്ഷെ ജനങ്ങളുടെ മുമ്പിലുള്ള ചോദ്യങ്ങൾക്ക് നിങ്ങൾ എത്രത്തോളം അതിന് മറുപടി കൊടുക്കാതെ ഇത്തരത്തിൽ അടിച്ചമർത്താനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. ഒരു തിരഞ്ഞെടുപ്പ് വിജയം കൊണ്ട് സാധാരണ ജനങ്ങളുടെ അവകാശത്തെയോ അല്ലെങ്കിൽ മാധ്യമ സ്വാതന്ത്ര്യത്തെയും അല്ലെങ്കിൽ ഒരു ജനാധിപത്യപരമായിട്ടുള്ള മര്യാദ എന്ന് പറയുമല്ലോ, ഈ മര്യാദയൊക്കെ ഇങ്ങനെ ഒരു റബ്ബർ ഇങ്ങനെ ചുരുട്ടി പേപ്പർ ബോൾ പോലെ ചുരുട്ടി ചവറ്റുകുട്ടയിൽ ഇടാമെന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും നടക്കുമെന്ന് തോന്നുന്നുമില്ല. ഈ ചോദ്യങ്ങളോട് കോപിക്കേണ്ട ആവശ്യമില്ല. മറുപടി പറയുക. പറയേണ്ടത് പ്രതിപക്ഷമോ മാധ്യമങ്ങളോ അല്ല, സർക്കാരും മുഖ്യമന്ത്രിയും തന്നെയാണ്. ഇതേക്കുറിച്ച് നല്ല ബോധ്യം കേരളത്തിലെ ജനതയ്ക്കുണ്ട്. അതുകൊണ്ടാണല്ലോ ഇടയ്ക്കിടക്ക് നിങ്ങൾ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് പ്രബുദ്ധരാണ് എന്ന് പറഞ്ഞിട്ട് അവരെ കൃത്യമായി പറ്റിച്ചുകൊണ്ടിരിക്കും. പക്ഷേ ഒരു കാര്യമുണ്ട്, അങ്ങനെ പറ്റിക്കപ്പെട്ടത് കൊണ്ടാണ് അവർ ജനവിധി മാറ്റി എഴുതിയത്. ഇനിയും ജനവിധി മാറ്റി എഴുതാൻ അവർക്ക് കഴിയും. അവർ ഇന്ന് അധികാരം തന്നെങ്കിൽ നാളെ അധികാരമില്ലാതെയാക്കാനായിട്ട് കഴിയും. അതിനെക്കുറിച്ച് വളരെ കൃത്യമായി ആലോചിച്ച് വിശകലനം ചെയ്ത് തന്നെയാണ് വോട്ടിംഗ് ദിവസം കേരള ജനത ആ വോട്ടിംഗ് സ്റ്റേഷനിലേക്ക്, ബൂത്തുകളിലേക്കൊക്കെ എത്തുന്നത്. അപ്പോ അങ്ങനെ അവര് പൊട്ടന്മാരായതുകൊണ്ട് മിണ്ടാതിരിക്കുന്നതല്ല, ഞങ്ങൾക്ക് ഇതിനുള്ള മറുപടി തരേണ്ട ഒരു സമയം വരും. ആ സമയം മറുപടി തരും എന്നുള്ളത് തന്നെയാണ് പൊതുജനം മിണ്ടാതിരിക്കുന്നതിന് പിന്നിലുള്ള കാര്യം. നിങ്ങൾ എന്തെല്ലാം ചെയ്യാമെന്ന് കരുതുന്നുവോ അതെല്ലാം ചെയ്യൂ. പക്ഷേ അതെല്ലാം ശരിയല്ല എന്നുണ്ടെങ്കിൽ, ഞങ്ങൾ പറയുന്നത് വിമർശനമായിട്ട് എടുക്കാതെ അതിനെ നേരെ കൊണ്ടുപോകാതെ ഇരിക്കാനുള്ള മറ്റു വഴികളുമായി മുന്നോട്ട് വരികയാണെങ്കിൽ ഉറപ്പായും കേരള ജനത മറ്റൊരു ചരിത്രം എഴുതുമെന്നുള്ളതിൽ ഉറപ്പാണ്. അതുകൊണ്ട് സർക്കാരും മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഒക്കെ ചോദ്യങ്ങളോട് വല്ലാത്തൊരു തരം അസഹിഷ്ണുത കാണിക്കുന്നത് കൊണ്ട് യാതൊരു കാര്യവുമില്ല.